വാക്കുകളുടെ ലോകത്ത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ജെസി ജോൺ രചിച്ച അനാഥാലയത്തിൽ എന്റെ ജന്മദിനം. കഥയുടെ അവതരണം സിനി. ഡോളി ആൻഡ്രൂസ് കോളേജ് അധ്യാപികയായിരുന്നു. നല്ല അധ്യാപികയ്ക്കുള്ള ഗവർണറുടെ കയ്യിൽ നിന്നും പുരസ്കാരം വാങ്ങിയ വനിത. ഡോളിക്ക് 2 മക്കൾ. മകൾ ലാലി, മകൻ സോണി. ഡോളിയുടെ ഭർത്താവ് ആൻഡ്രൂസ് വളരെ ചെറുപ്പത്തിലേ മരിച്ചു. ആൻഡ്രൂസ് ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിലും വിവേകത്തോടെ ട്യൂഷൻ ക്ലാസുകൾ എടുത്തും സ്കൂളിൽ സേവനമനുഷ്ഠിച്ചും മക്കളെ നന്നായി വളർത്തി പഠിപ്പിച്ചു. അതുപോലെ തന്നെ താൻ പഠിപ്പിച്ച ഓരോ കുട്ടികളിലും അവൾ ശ്രദ്ധ കൊടുത്തിരുന്നു. ആ അധ്യാപിക ക്ലാസ്സിൽ കടന്നു വരുമ്പോൾ ഒരു ഇളങ്കാറ്റ് അടിക്കുന്നത് പോലെ കുട്ടികൾക്ക് തോന്നുമായിരുന്നു. ചിന്തയിലും വാക്കുകളിലും ക്ഷമയിലും അവൾ തന്റെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചിരുന്നു. ലളിതമായ വസ്ത്രധാരണവും ഉറച്ച നിലപാടും കണ്ണുകളിൽ ആത്മവിശ്വാസവും പുഞ്ചിരിയിൽ വാത്സല്യവും നിറഞ്ഞു നിന്നിരുന്നു. കോളേജിൽ നിന്നും വിരമിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ പോലും വന്ന് അനുഗ്രഹം വാങ്ങിപ്പോയിരുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞ് അവൾ ജർമ്മനിയിലെ സ്ഥിര താമസം. സോണി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവൻ ലണ്ടനിൽ താമസിക്കുന്നു. ആ വലിയ വീട്ടിൽ ഡോളി തനിച്ചായി. സഹായത്തിന് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു, റാഹേൽ. അവർ തന്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്ന പൂക്കളോടും ചെടികളോടും ചിത്രശലഭങ്ങളോടും ഒക്കെ സംസാരിച്ച് അവർ വിശ്രമ ജീവിതം സന്തോഷമാക്കാൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസം ഡോളിക്കൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അയൽവാസിയുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നിട്ട് കുട്ടികളെ വിളിച്ചു പറഞ്ഞു, ഡോളിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. മക്കൾ വന്നു. അവർ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് ഡോളി വിചാരിച്ചത്. പക്ഷേ ആ സ്ഥലത്ത് നല്ലൊരു ഓർഫനേജിൽ അമ്മയ്ക്ക് സ്ഥാനം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. നിസ്വാർത്ഥയായ അമ്മയ്ക്ക് സാർത്ഥരായ മക്കൾ കൊടുത്ത സമ്മാനം. അമ്മയെ ഓർഫനേജിലാക്കി മക്കൾ മാതാവിനോട് യാത്ര പറഞ്ഞു. അമ്മയ്ക്ക് മാസം മാസമുള്ള തുക ഓർഫനേജിൽ എത്തിച്ചു. അവർ യാത്ര പറഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അനാഥാലയത്തിന്റെ ചുറ്റും വലിയ മതിൽക്കെട്ടായിരുന്നു. വൃത്തിയും വെടുപ്പുമുള്ള ഒരു സ്ഥലം. ചുറ്റും വലിയ മരങ്ങളുണ്ട്, മാവ്, പുളി, പ്ലാവ് ഇത്യാദി. പൂന്തോട്ടത്തിൽ പഴയകാല ഓർമ്മകളെ ഓർമ്മിപ്പിക്കും വിധം ചെമ്പരത്തി, ചെത്തി, ഗന്ധരാജൻ, മുല്ല, റോസ്, അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു. അവിടെ താമസിക്കുന്ന മാതാപിതാക്കളുടെ സായാഹ്ന സമയം സുന്ദരമാക്കാൻ പുൽത്തകിടിയും അതിൽ സിമന്റ് ബെഞ്ചുകളും വൃത്തിയുള്ള നടപ്പാതയും യോഗ, വ്യായാമം ഇവയ്ക്കായി ഒരു ചെറിയ ഷെഡ്. സമാധാനപരവും സ്നേഹപൂർണവുമായി ആയിരുന്നു അന്തരീക്ഷം. എന്നാൽ അവിടെയുള്ള മാതാപിതാക്കളുടെ എല്ലാവരുടെയും കണ്ണിൽ ആരെയോ തേടുന്നു, എന്തിനോ തേടുന്നു. ആരോടും പറയാതെ ആ മാതാപിതാക്കളുടെ മനസ്സ് എന്തായിരിക്കും സ്വയം സംസാരിക്കുക, അല്ലെങ്കിൽ ആലോചിക്കുക? അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന നിമിഷം തൊട്ട് മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ ഉള്ള ഓരോ കാലഘട്ടവും അവർ ചിന്തിച്ചിരിക്കാം. അവർ അനുഭവിച്ച യാതന, പട്ടിണി എല്ലാം. അന്ന് പതിവിലും വിപരീതമായി ഡോളി ആൻഡ്രൂസ് ഗേറ്റ് വരെ ചെന്നു. കുറെ നേരം പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കി. ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ? അതിൽ എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ? കാരണം നാളെ ഡോളി ആൻഡ്രൂസിന്റെ 64ാമത്തെ ജന്മദിവസമാണ്. എന്റെ മക്കൾ വരാതിരിക്കില്ല, അവർ വരും. അത്രമേൽ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാണ്. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് ആരും കാണാതെ സാരിയുടെ തുമ്പുകൊണ്ട് തുടച്ച് അവർ തിരിഞ്ഞു നടന്നു. രാത്രി 8:30 കഴിഞ്ഞു. അത്താഴം എല്ലാവരും കഴിച്ചു. ഡോളിക്കുള്ള ഹാർട്ടിന്റെ മരുന്നും കൊടുത്തു. ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഒരു നേഴ്സിനെ മുറിയിലാക്കിയിരുന്നു. മരുന്ന് കഴിച്ച് ശാന്തമായി ആ ആത്മാവ് ഉറങ്ങാൻ പോയി. രാത്രിയുടെ യാമം. ഡോളിയുടെ മുറിയുടെ ഡോറിൽ ആരൊക്കെയോ മുട്ടുന്നു. തന്റെ കുഞ്ഞുങ്ങളും പേരക്കുഞ്ഞുങ്ങളും. ഡോളി ചിരിക്കുകയാണ്. അമ്മച്ചിയുടെ പൊന്നുമക്കളെ എന്ന് ഇടയ്ക്ക് വിളിക്കുന്നു. അമ്മച്ചിയുടെ പൊന്നുമക്കളെ എന്ന് ഇടയ്ക്ക് വിളിക്കുന്നു. ഡോളി എണീറ്റ് വാതുക്കലേക്ക് ചെല്ലുന്നു. അവിടെ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞ് വർണ്ണ മെഴുകുതിരികൾ കത്തിച്ച് മക്കൾ കാത്തു നിൽക്കുന്നു. ഹോളിലേക്ക് ഇറങ്ങിയ ഡോളി സന്തോഷത്തോടെ പുളകിതയായി. അടുക്കളയിൽ വിവിധതരം ആഹാരങ്ങളുടെ ഗന്ധം ഉയരുന്നു. വീട് മുഴുവനും ബലൂണുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. എല്ലാവരും അമ്മയ്ക്ക് കേക്ക് കട്ട് ചെയ്ത് വായിൽ കൊടുത്തു ഉമ്മയും കൊടുക്കുന്നു. ആ മാതൃഹൃദയം സന്തോഷത്താൽ ഉറക്കെ ചിരിക്കുന്നു. ആ ചിരി കേട്ടാണ് നേഴ്സ് ഉണർന്നത്. അമ്മ അമ്മ എന്തു പറ്റി? സ്വപ്നം കണ്ടു ചിരിക്കുകയാണോ? അമ്മച്ചിയുടെ ചുട്ടിൽ നിന്നും പുഞ്ചിരി മായും മുമ്പേ ആ അമ്മയുടെ ശ്വാസം ഈ ലോകത്തിൽ നിന്നും പോയി. ആ ശരീരം പതുക്കെ തണുക്കുവാൻ തുടങ്ങി.
സമൂഹത്തോടൊരു ചോദ്യം: ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പനമ്മമാരെ കണ്ടില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞു ആ തണുത്ത ശരീരം കണ്ടിട്ട് എന്താണ് പ്രയോജനം? എന്ത് പ്രയോജനം?